ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എളുപ്പത്തിൽ വെക്കാവുന്നൊരു മുട്ടൻ കറിയാണ്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. വഴന്ന് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3-4 വെളുത്തുള്ളിയും കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തത് അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. അതൊരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കണം. വഴന്നതിന് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂണും പെരുംജീരകം പൊടിച്ചതും പിന്നെ ഗരം മസാലയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം ചേർന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിനേക്കായി 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തൊലി കളഞ്ഞ് അത് അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അടിയണ്ട, ഇതുപോലെ ആയാൽ മതി, ചെറിയ ചെറിയ കഷ്ണങ്ങളും ആയിട്ട്. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. നന്നായിട്ട് യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നു. അത് ആവശ്യത്തിനായിട്ട് ഉള്ള അളവിൽ ഉപ്പിട്ട് കൊടുക്കുക. ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം നന്നായി ഒഴിച്ചിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം. നന്നായി ഇളക്കി കൊടുത്തൊന്ന് കുറുകി വരുന്ന വരെ കാത്തിക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച 6 മുട്ടയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. മുട്ട പുഴുങ്ങി വെച്ചത് നെറുകെ പിളർന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്താ പറയുക, ഇതെല്ലാം മുട്ടയായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായിട്ടൊന്ന് ഒരു കഷ്ണം ഇങ്ങനെ ചാറിൽ ഇങ്ങനെ ഇതാക്കി കൊടുക്കാം. ചാറ് ഇതിന് മുട്ടൊക്കെ പിടിക്കണം. നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നൊരു മുട്ടക്കറിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് മുട്ടയുണ്ടോ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആക്കാം. കുറുകി വന്നിട്ടുണ്ട്. ഞാൻ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. നല്ലൊരു സ്മെല്ലുണ്ടാവും. പിന്നെ നമ്മൾ കറിവേപ്പില അത് കൂടി ഇട്ട് കൊടുക്കുക. ഒരു 2 കറിവേപ്പില. ഇത് നല്ല കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ മുട്ടക്കറി അങ്ങനെ റെഡിയായി വരുന്നു. ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം. ഒന്ന് കുറുകി വന്നു. നമ്മൾ അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും സബ് ചെയ്യുക.